നിങ്ങൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണം. നമ്മൾ മഞ്ഞളിട്ട വെള്ളം കുടിക്കുന്നു, ഭക്ഷണത്തിൽ അധികമായിട്ട് കുരുമുളക് ചേർക്കുന്നു. അങ്ങനെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണ് സിംപ്ലി ഇമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇറ്റ്സ് എബിലിറ്റി, ബോഡീസ് എബിലിറ്റി ടു ഫൈറ്റ് ഓഫ് ദ ബാക്ടീരിയ ആൻഡ് ഇൻഫെക്ഷൻസ്. ശരീരത്തിന് പുറത്തു നിന്ന് വരുന്ന ഇൻഫെക്ഷൻസിനെയും ബാക്ടീരിയസിനെയും ഡിസീസസിനെയും ഒക്കെ ഫൈറ്റ് ചെയ്യാനുള്ള ബോഡിയുടെ എബിലിറ്റിയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സങ്കീർണമായിട്ടുള്ള ജൈവ വ്യവസ്ഥയാണ്. ഈ ഇമ്മ്യൂണിറ്റി തന്നെ കാതലായിട്ട് 3 തരംതിരിച്ചിട്ടുണ്ട്. അഡൽട്സിലാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 2 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും, 2 അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാ ലഭിക്കുന്ന, ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ്. ഇതിനെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ, നല്ല ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സിലൂടെയൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരണം. ഇതാണ് നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തുനിന്ന് ഒരു ഇൻഫെക്ഷനോ ബാക്ടീരിയ ഒക്കെ വന്നതിൽ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് ആക്ട് ചെയ്തു അതിനെ പ്രിവെന്റ് ചെയ്യുന്നതൊക്കെ. പക്ഷെ അത് സ്പെസിഫിക് ആവില്ല. എന്ത് ഇൻഫെക്ഷൻസോ ശരീരത്തിൽ ഇല്ലാതെ എന്ത് പുറത്തുനിന്ന് വന്നാലും അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്പെസിഫിക് ആവുന്നില്ല. അതേ സമയത്ത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാക്സിനേഷൻസ് വഴിയും ഇമ്മ്യൂണൈസേഷൻസ് വഴി കുത്തിവെപ്പൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരുന്ന ഇമ്മ്യൂണിറ്റിയാണ്, അതിനെയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് ആയിരിക്കും. അതായത് പോളിയോ വാക്സിൻ എടുക്കുന്നത് നമ്മൾ എന്തിനാണ്? പോളിയോയെ ഡിഫെൻഡ് ചെയ്യാനാണ്. അങ്ങനെ ഓരോ അസുഖത്തിനും അല്ലെങ്കിൽ ഓരോ പ്രത്യേകം നമ്മൾ കോവിഷീൽഡ്, കോവാക്സിൻ ഒക്കെ എടുത്തല്ലേ, അതെന്തിനാണ്? കൊറോണ വൈറസിനെ, COVID-19 വന്ന സമയത്ത് കൊറോണ വൈറസിനെ ബോഡിയിൽ നിന്ന് ബോഡിയിലേക്ക് വരാതിരിക്കാൻ ഒരു ഇമ്മ്യൂണൈസേഷൻ ആയിട്ട് എടുത്തതാണ്. ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ രോഗങ്ങൾ വരാതിരിക്കാനും, അടിക്കടിയുള്ള രോഗങ്ങൾ വരാതിരിക്കാനും, പനിയൊക്കെ മാറാനും ഡെഫിനറ്റ്ലി ഇമ്മ്യൂണിറ്റി അത്യാവശ്യമാണ്. ഇമ്മ്യൂണിറ്റി പോലെ തന്നെ നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടൊരു വാക്കാണ് വെൽനെസ് എന്ന് പറയുന്നത്, സൗഖ്യം എന്ന് പറയുന്നത്. വെൽനെസ് എന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയുടെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ്, നോട്ട് നിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. അസുഖമില്ലാത്തൊരു അവസ്ഥയല്ല സൗഖ്യം എന്ന് പറയുന്നത്, മറിച്ച് കുറെ ഫാക്ടേഴ്സ് കൂടെ പറയുന്നുണ്ട്. ഇമോഷണൽ, വൈകാരികപരമായിട്ട്, ഫിനാൻഷ്യൽ, സാമ്പത്തികപരമായിട്ട്, സോഷ്യൽ, സാമൂഹികപരമായിട്ട്, സ്പിരിച്വൽ, ആത്മീയപരമായിട്ട്, ഒക്കുപേഷണൽ, തൊഴിൽപരമായിട്ട്, ഫിസിക്കൽ, ശാരീരികപരമായിട്ട്, ഇന്റലക്ച്വൽ, ബുദ്ധിപരമായിട്ട്, എൻവയോൺമെന്റൽ, നമ്മുടെ പാരിസ്ഥിതികപരമായിട്ട്, ഈ ഫാക്ടേഴ്സിലെല്ലാം, ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ വെൽബീയിങ്ങിലായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ നല്ല ജിമ്മോ ബോഡി, നല്ല ഫുഡൊക്കെ അടിക്കുന്ന ആളായിരിക്കും, ഹെൽത്ത് ഓക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹം ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസിസിലാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് കാരണം, സ്ട്രെയിൻ കാരണം അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈവൻ ഹാർട്ട് അറ്റാക്കിൽ വരെ നയിക്കും. അപ്പം എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ഹെൽത്തി വെൽബീയിങ്ങിലാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി ഹെൽത്തി ആണ് അല്ലെങ്കിൽ സൗഖ്യത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികരെയൊക്കെ എടുത്ത് നോക്കിയാൽ അവർ ഏറെക്കുറെ പല കാര്യങ്ങളിലും അവർ ഹെൽത്തി ആയിരുന്നു. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡെക്കേഡ്സ്, ഒരു 10-40 വർഷം നിങ്ങൾ മുമ്പോട്ട് എടുത്ത് നോക്കുക. നമ്മുടെ പൂർവികർ, നമ്മുടെ പാരന്റ്സ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്, ഉപ്പ ഉമ്മ, അല്ല അങ്ങനെ അവരുടെ അടുത്ത തലമുറ, അല്ല മുതുമുത്തച്ഛൻ, അവരുടെയൊക്കെ തലമുറ എടുത്ത് നോക്കുകയാണെങ്കിൽ ലിവിങ് ലോങ്, അവർ ദീർഘകാലം നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന സമയത്ത് അവർ കഴിച്ചിരുന്ന നല്ല ഭക്ഷണമായിരുന്നു. അവരുടെ വീട്ടുവളപ്പിൽ തന്നെ കൃഷിയായിരുന്നു പ്രധാന സോഴ്സ് ഓഫ് ഇൻകം. അപ്പം അവർ തന്നെ കൃഷി ചെയ്യുന്ന, ജൈവ കൃഷിയിലൂടെ ഉത്പാദിപ്പിക്കുന്ന കായികനികൾ, പ്രത്യേകിച്ച് പഴങ്ങൾ, പച്ചക്കറികൾ കഴിക്കുന്നു. കായികമായിട്ട് അവർ അധ്വാനിക്കുന്നുണ്ട്. നല്ല ഫാമിലി പരമായിട്ട് അവർക്ക് നല്ലൊരു ബോണ്ടിങ്, ഇപ്പൊ നേരത്തെ നമുക്ക് സ്പിരിച്വലും, ഇമോഷണലും, ഒക്കുപേഷനിലെയും, എൻവയോൺമെന്റിലും എല്ലാം അവർ ഹെൽത്തി ആയിരുന്നു. വാർദ്ധക്യ സഹജമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്ന് മരണപ്പെടുന്ന സാഹചര്യമായിരുന്നു അന്നെങ്കിൽ, പ്രസന്റ് സിനാരിയോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. നമ്മളുടെ സിറ്റുവേഷൻ, ഇനി നമ്മളുടെ നാളെ അടുത്ത തലമുറയുടെ സിറ്റുവേഷൻ ആലോചിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാം, ലിവിങ് ഷോർട്ട്. ചെറിയൊരു നിങ്ങൾക്കൊക്കെ ചെറിയ മക്കളുമാർ, സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളുമാരുണ്ട്. അവർ തന്നെ ഡെയിലി പറയുന്ന അമ്മ, അപ്പ, അച്ഛ, തലവേദന, മൈഗ്രീന്റെ പ്രശ്നം, ബോഡിയിൽ എഴുതുന്ന കാണാൻ പറ്റുന്ന ഷോൾഡർ പെയിന്, അങ്ങനെ പല പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ. കുറച്ചു കാലം നമ്മൾ ആരോഗ്യത്തോടെ എന്ന് കരുതി സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള ശിഷ്ടകാലം നമ്മൾ പ്രമേഹത്തിനോ ഡയബറ്റീസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും മരുന്നുകൾ കഴിച്ച് ഡൈയിങ് ലോങ്, മരുന്ന് കഴിച്ച് മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ തലമുറ. അപ്പോ ചിന്തിച്ചു നോക്കുക, നാളത്തെ തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ചെറുമക്കളുടെ ഒക്കെ ജനറേഷന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ ഹെൽത്ത് ആസ്പെക്ട്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പഴയ തലമുറ, ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യത്തോടുള്ള ആ ഒരു തലമുറ, അവര് രോഗമില്ലായിരുന്നു എന്നൊന്നും പറയുന്നില്ല.
അവരുടെ തലമുറയിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അസുഖങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഫംഗസോ അങ്ങനെ ബാക്ടീരിയയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന രോഗങ്ങളായിരുന്നു. മലേറിയ, ട്യൂബർക്ലോസിസ്, കഫ്, ഡിഫ്തീരിയ, ചിക്കൻ പോക്സ്, പ്ലേഗ്, കോളറ പോലുള്ള അസുഖങ്ങളായിരുന്നു. പക്ഷേ ഇന്നിപ്പോ മെഡിക്കൽ സയൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. ഹെൽത്ത് സെക്ടറിൽ ഒരുപാട് റിസർച്ചുകളും ഇമ്മ്യൂണൈസേഷൻസും വാക്സിനേഷൻസും ഒക്കെ വന്നു. ഈ ബാക്ടീരിയ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ട് വസൂരി ചിക്കൻ ബോക്സ് വന്നാൽ മരണം ഉറപ്പായിരുന്നു പറയും. ഇന്നിപ്പം ചിക്കൻ ബോക്സ് വന്നാൽ എന്താ, 4 ദിവസം വീട്ടിൽ ലീവ് എടുത്ത് സുഖമായിട്ട് സുഖവാസം ഇരിക്കാം അല്ലെ. അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ മെഡിക്കൽ സയൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോലും നമ്മൾ പേടിക്കേണ്ട ചില രോഗങ്ങളുണ്ട്. കാർഡിയോ വാസ്കുലർ ഡിസീസ്. ഇന്ന് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ഡോക്ടേഴ്സിനെയും നേഴ്സസ്മാരെ പോലും ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ഫെയിലൂറും ഒക്കെ. ക്യാൻസർ, ഡയബറ്റീസ്, ഓസ്റ്റിയോപ്രോസിസ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക്, ആസ്മ, ഒബിസിറ്റി, ആർത്രൈറ്റിസ് പോലെ പേരിട്ടതും പേരിടാത്തതുമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ. ഈ രോഗങ്ങളെയൊക്കെ നമ്മളെടുത്ത് സ്റ്റഡി ചെയ്ത് നോക്കിയാൽ ഇതൊരിക്കലും ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ പകർച്ചവ്യാധിയാണോ, ഒരു ബാക്ടീരിയ വൈറസ് നിന്ന് പകരുന്നതാണോ? അല്ല, ഒരിക്കലും അല്ല. മറിച്ച് ആ ഗണത്തിലുള്ള അസുഖങ്ങളെ എല്ലാം മെഡിക്കൽ സയൻസ് ഒരു പേരിട്ട് പിടിക്കും, ലൈഫ് സ്റ്റൈൽ ഡിസീസ്. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്? ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ജീവിതശൈലി മാറി, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ ശൈലി മാറിയപ്പോൾ നമ്മുടെ ശരീരത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനിലേക്ക് വന്ന രോഗങ്ങളെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണ രീതി എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഹെൽത്തിനെ, നമ്മുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് സ്റ്റൈല് നമ്മൾ അഫക്ട് ചെയ്യുന്നത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു സയൻസ് പറയാം. പൂർണ്ണ ആരോഗ്യത്തോടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം രോഗിയായി മാറുന്ന ഒരു സ്റ്റേജ് ആണ്, ഒരു ലൈഫ് സ്റ്റേജിനെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാനോ നിങ്ങളോ പൂർണ്ണ ആരോഗ്യത്തോടിരിക്കുന്നു. നമ്മുടെ ശരീരത്ത് സയൻസ് പറയുന്നത് പ്രതിദിനം 44ഓളം വരുന്ന മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് കിട്ടണം. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ആന്റി ഓക്സിഡൻസ്, പോളിഫിനോൾസ്, വൈറ്റമിൻസ് ഒക്കെയാണ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ്, വാട്ടർ പോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള സെല്ലുലാർ ലെവലിൽ ന്യൂട്രീഷൻ കിട്ടുകയും മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുള്ളൂ. ഇതിന്റെ ഡെഫിഷ്യൻസീസ് വരുമ്പോൾ, ഇതിന്റെ അഭാവം വരുമ്പോൾ നമ്മൾ ഡിസീസ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഡിസോർഡർ സ്റ്റേജിലേക്ക് പോകും. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ചില ആളുകളിൽ നന്നായിട്ട് തലവേദന ഉണ്ടാവും. ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്ത് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി വന്നപ്പോൾ അദ്ദേഹം ഡിസീസ് സ്റ്റേജിലേക്ക് പോയി, തലവേദന അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ ഒരു തലവേദന വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മളെ ഓടിപ്പെട്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണും. ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യും? മെഡിസിൻ കുറിച്ച് തരും. ഈ മെഡിസിൻ നമ്മൾ കഴിക്കും, നമ്മുടെ തലവേദന മാറുന്നുണ്ടാവും. കാരണം തരുന്നത് ഒരു പെയിൻ കില്ലർ ആയിരിക്കും. തലവേദന അത് നമുക്ക് അഫക്ട് ചെയ്യാതിരിക്കാനായിട്ട് ആ പെയിനെ കില്ല് ചെയ്യുന്ന ഒരു പെയിൻ കില്ലർ തരും. നമ്മൾ എന്ത് ചെയ്യും? ആ ഡിസീസ് സ്റ്റേജിൽ നിന്നും ഡെഫിഷ്യൻസി സ്റ്റേജിലേക്ക് വരും. ഒരിക്കലും രോഗം മാറുന്നുണ്ടോ, പക്ഷെ ഹെൽത്തി സ്റ്റേജിലേക്ക് വരുന്നില്ല. കാരണം ആ ടാബ്ലറ്റിൽ ഒരിക്കലും വൈറ്റമിൻ സി അല്ല ഉള്ളത്, അതൊരു പെയിൻ കില്ലർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹെൽത്തി സ്റ്റേജിലേക്ക് വന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡെഫിഷ്യൻസി സ്റ്റേജിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ രോഗം മാറുന്നുണ്ടാവും, പൂർണ്ണ ആരോഗ്യവാനായോ ആയിട്ടുണ്ടാവില്ല. അതേ സമയത്ത് നിങ്ങൾ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഡിപ്പെൻഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണമാണ് നല്ല ഔഷധം. മോഡേൺ സയൻസിന്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റസ് പോലും പറയുന്നത് ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മെഡിസിൻ എന്നാണ്. നമ്മൾ ഈ ഡെഫിനറ്റ്ലി നമ്മൾ മെഡിസിൻസ് ഒക്കെ എടുക്കണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിനോടൊപ്പം ഈ തലവേദന വന്ന ആൾ നന്നായിട്ട് നേന്ത്രക്കായ, വാഴപ്പഴം കഴിക്കുകയാണെങ്കിൽ വാഴപ്പഴത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആവശ്യമുള്ള എന്ത് കിട്ടുന്നു? വൈറ്റമിൻ സി കിട്ടുന്നുണ്ട്. അപ്പം വാഴപ്പഴം അല്ലെങ്കിൽ ആ ഫ്രൂട്ട്സ് എന്താണ്? ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓർഗാനിക് ഫുഡ് ആണ് ഇവിടെ മെഡിസിൻ ആയിട്ട് തരുന്നത്. അങ്ങനെ ഓർഗാനിക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെഫിഷ്യൻസി സ്റ്റേജിൽ നിന്നും എഗെയിൻ ആ ഗ്രീൻ മാർക്ക് നിങ്ങൾ കാണുന്ന ഹെൽത്തി സ്റ്റേജിലേക്ക് വരുന്നുണ്ടാവും. സോ ഇത്തരത്തിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം എപ്പോഴും ഹെൽത്തി ആയിട്ട് നിലനിൽക്കാൻ സഹായിക്കുന്നുണ്ടാവും. ഓഫ് കോഴ്സ് ഫുഡ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ സ്റ്റഡി ആയിട്ട് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം EARN, നാലിന്റെയും എക്സ്പ്ലനേഷൻസ് ഞാൻ പറയാം. ഫോർ എക്സസൈസ്, റെഗുലർ ആയിട്ട് എക്സസൈസ്, എയറോബിക് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്തിരിക്കണം. ഡെയിലി ഒരു 40 മിനിറ്റ്സ് എങ്കിലും നടക്കൂ, ഓടൂ, ജോഗിങ് ഒക്കെ ചെയ്താണെങ്കിൽ നമ്മുടെ പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം, നല്ല ബുക്സ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം,
നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ഇങ്ങനെയുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുവാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടിരിക്കാൻ പറ്റുന്നുണ്ടാവും, സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും. അഡ്വക്കേറ്റ് റെസ്റ്റ്, റെസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഉറക്കമൊക്കെയാണ്. ഒരു അഡൽട്ടിനെ സംബന്ധിച്ച് ഒരു 7 to 9 hours ഡെയിലി നമ്മൾ നല്ല ഗുഡ് സ്ലീപ്പ് കിട്ടിയിരിക്കണം. ടീനേജിലുള്ള ആളുകളാണെങ്കിൽ 8 മുതൽ 10 മണിക്കൂർ കിട്ടണം. ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു വയസ്സിൽ താഴേക്കുള്ള കുട്ടികളാണെങ്കിൽ 14 മുതൽ 17 മണിക്കൂർ വരെ സ്ലീപ്പ് കിട്ടിയിരിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കിട്ടിയാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് റിപ്പയറിംഗ് വർക്കുകളൊക്കെ നടക്കുന്നു. ആൻഡ് ഫൈനലി പ്രോപ്പർ ന്യൂട്രീഷൻ. ഇതിനൊക്കെ കാര്യം പുറമെ എന്ത് കിട്ടണം? നല്ല പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടണം. അവിടെയാണ് ബാക്കിയൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് റെസ്റ്റ് എടുക്കാം, നമ്മൾ വിചാരിച്ചാൽ പറ്റും. എക്സസൈസ് നമ്മൾ വിചാരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ പ്രോപ്പർ ന്യൂട്രീഷൻ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാലും പാടായിരിക്കും. കാരണം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കിട്ടണമെന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷെ ശരീരത്തിന് ആവശ്യമുള്ള കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു ഇല്ലസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം, ഹ്യൂമൻ ബോഡി വന്നിരിക്കുന്നത് കുറെ ഹ്യൂമൻ ബോഡി സിസ്റ്റം, ഓർഗൻ സിസ്റ്റം കൊണ്ടിട്ടാണ്. ഇപ്പം റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മൾ ശ്വസിക്കാനായിട്ട് ശ്വസനം നടക്കുന്ന ആ ഒരു ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിലൂടെ. നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം നമ്മുടെ ശരീരത്തിന് ആ ഷേപ്പ് തരുന്നു. മസ്കുലാർ സിസ്റ്റം നമ്മുടെ ഡൈജസ്റ്റീവ് ദഹന വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ കുറെ സിസ്റ്റംസ് കൊണ്ടാണ് നമ്മുടെ എൻറ്റയർ ബോഡി ബിൽഡ് ആയിരിക്കുന്നത്. ഈ ഓരോ സിസ്റ്റത്തിനകത്തും കുറെ ഓർഗൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാക്ക് മുതൽ നമ്മുടെ അന്നനാളം, ചെറുകുടല്, വൻകുടല്, സ്റ്റൊമക്ക്, ഇതൊക്കെ അതിനകത്ത് കുറെ ഓർഗൻസ് കൂടി ചേർന്നാണ് ഒരു സിസ്റ്റം ഉണ്ടാവുന്നത്. ദെൻ ഈ ഓർഗൻസ് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് ടിഷ്യൂസ്, കലകളാൽ നിർമ്മിതമാണ്. ഓരോ കലകളും ഓരോ കോശങ്ങളാൽ, സെൽസിനാൽ നിർമ്മിതമാണ്. ഫൈനലി നോക്കുകയാണെങ്കിൽ സെൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. ഈ സെൽസിന് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോശം തകരാറിലേക്ക് പോകും. ഇപ്പം ഒരു കോശം, നമ്മളൊരു ബോർഡ്, ഒരു മൊബൈൽ ഫോണിന്റെ ഒരു ബോർഡിനകത്ത് ഒരു ചിപ്പ് അടിച്ചു പോയി കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ തന്നെ നമുക്ക് ഡാമേജ്, ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെ? ആ ലെവൽ ഈ കോശത്തിന്, ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കോശത്തിന് ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ ആ കോശവുമായിട്ടനുബന്ധിച്ച് കലകൾക്ക്, ടിഷ്യൂസ് തകരാറാവും. ആ ടിഷ്യൂസ് തകരാറായി കഴിഞ്ഞാൽ ആ ഓർഗൻ, ചിലപ്പോ ലങ്സ് ആയിരിക്കും, ആ ഓർഗന് തകരാറ് വരും. ലങ്സിന് ഒരു പ്രശ്നം വന്നാൽ എന്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്, നമുക്ക് ശ്വസിക്കാനോ എടുക്കാനോ പറ്റുന്നുണ്ടാവില്ല, ആ ഓർഗൻ സിസ്റ്റത്തിന് തകരാറുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവന് പോലും ത്രെട്ടായിട്ട് വരുന്നുണ്ടാവും. സോ ബേസിക്കലി നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് സെൽസ് ആണ്. സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. സോ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത് സെല്ലുലാർ ന്യൂട്രീഷൻ ആണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ നമ്മൾ ഡെയിലി 3-4 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഏകദേശം 9:48 ഡിന്നർ കഴിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഈ ഡിന്നർ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ടാവും. ഈ ഡിന്നറിലും ബ്രേക്ക്ഫാസ്റ്റിലൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിന്, കോശങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇവിടെയാണ് നമുക്ക് എവിടെ നമുക്ക് പാകപ്പിഴവ് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഫെയിലിയർ സംഭവിച്ചത്. കാരണം നേരത്തെ നമ്മുടെ പഴയ ആളുകൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആസ് ഗുഡ് ആസ് മെഡിസിൻ, ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളായിരുന്നു അവർ കഴിച്ചിരുന്നെങ്കിൽ അവരുടെ ഭക്ഷണത്തിലൂടെ കിട്ടിയിരുന്നു. കാരണം എന്താ? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അവര് കൃഷി ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. നല്ല മെഡിസിൻസ്, ഔഷധ ഗുണമുള്ള ഭക്ഷണമായിരുന്നു കഴിച്ചത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ തലമുറയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്താ? വൈകിട്ട് പൊറോട്ട, ബീഫ്, അല്ലെ അൽഫാം, കുഴിമന്തി, അല്ലേ? അങ്ങനെയൊക്കെ. ഇനി വീട്ടിൽ തന്നെ ചോറും കറിയും വെച്ച് കഴിച്ചു എന്ന് കഴിക്കും. ഈ കറിക്കകത്തും ചോറിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മസാല, പൗഡർ, പൊടി ഐറ്റംസ്, ഇതൊക്കെ പുറത്ത് നാടുകളിൽ ഇതൊക്കെ കെമിക്കലും വിഷങ്ങളും പെസ്റ്റിസൈഡ്സും ഒക്കെ അടിച്ചു വരുന്നതാണ്, അല്ലെ? സോ നമ്മുടെ 98% ജീവിതശൈലി രോഗങ്ങൾക്കും കാരണം നമ്മുടെ ഭക്ഷണമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, പ്രോട്ടീൻ, ഇതൊക്കെ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നുള്ളൂ. കാരണം ഇതൊക്കെ കിട്ടുന്ന പഴങ്ങൾ, പച്ചക്കറികളിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ ദിവസം നമ്മൾ എത്ര പഴങ്ങൾ, പച്ചക്കറികൾ കഴിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കാം. മറിച്ച് നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം വേണ്ടുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. റിഫൈൻഡ് പ്രോഡക്ട്സ്, ആനിമൽ പ്രോഡക്ട്സ്, ബോയിൽഡ് വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, സാൾട്ട്, ഷുഗർ, കൊളസ്ട്രോൾ, കഫൈൻ, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടാതെ വരികയും ആവശ്യമില്ലാത്തത് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറയാം, യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതായിരിക്കും നമ്മളുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോശം ജീവിതശൈലി കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില്
ഇന്ന് പല ആളുകൾക്കും ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നു, ഏജിങ് പ്രായമായി കാണുന്നു, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹമൊക്കെ ഉണ്ടാവുന്നു. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ സെൽസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന ആറ്റം കൊണ്ടാണ്. ഈ ആറ്റം സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. ഇതിനെ എന്താ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാകുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ സൺ എക്സ്പോസർ കൊണ്ടോ, ലേറ്റർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾ ഓവറായിട്ട് മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്ന കാരണം, അല്ലെ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ കിട്ടാതാവുന്ന സമയത്ത് നമ്മുടെ ഈ ആറ്റംസ് അൺസ്റ്റേബിൾ ആയിട്ട് അത് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറും. ഈ ഫ്രീ റാഡിക്കൽസിന് ഒരു കുഴപ്പമുണ്ട്, ഇത് അൺസ്റ്റേബിൾ ആണ്, സ്റ്റേബിൾ അല്ല. അപ്പൊ ഇതെന്ത് ചെയ്യും, ഒരു ഫ്രീ റാഡിക്കൽ അടുത്ത ആറ്റത്തിനെ പോയി ഹിറ്റ് ചെയ്തിട്ട് അവനെയും നശിപ്പിക്കും. അവൻ അടുത്ത് ഇവന്മാർ രണ്ടുപേരോട് അടുത്തൊരു ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ പോലെ ഇവന്മാർ സകല കോശങ്ങളെയും നശിപ്പിക്കുന്നുണ്ടാവും. ഈ ഫ്രീ റാഡിക്കൽസ് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പോവുകയും നമ്മുടെ കോശങ്ങളെയും കലകളെയും നമ്മുടെ അവയവത്തെയൊക്കെ ബാധിക്കുന്നു. ഈ നമ്മുടെ ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ, സിമ്പിൾ ആയിട്ട് തിരിച്ചറിയാൻ കുറച്ച് ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്നുണ്ടാവും. ഒന്ന് ഞാൻ പറഞ്ഞു, ഏജിങ്, പെട്ടെന്ന് പ്രായം, നമ്മുടെ ബയോളജിക്കൽ ഏജിനേക്കാൾ കൂടുതൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമുക്ക് പ്രായം തോന്നിക്കുന്നുണ്ടാവും, ക്ഷീണം തോന്നുന്നുണ്ടാവും, രാത്രിയിൽ ഉറക്കക്കുറവ്, സ്കിൻ ഡാമേജസ് ഉണ്ടാവുന്നുണ്ടാവും, ശരീരം പെട്ടെന്ന് മെലിയുന്നുണ്ടാവും, ജോയിന്റ്സ് പെയിൻ ഉണ്ടാവും, ഓർമ്മക്കുറവ് ഉണ്ടാവുന്നുണ്ടാവും. എന്തിനു പറയുന്നു, നമ്മുടെ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ DNA പോലും അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, DNA പോലും ഇല്ലാതാക്കുന്നു എന്നാണ്. ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇൻഫ്ലമേഷൻ. അത് നമ്മുടെ ആർട്ടറീസിൽ, നമ്മുടെ രക്തധമനികളിലൊക്കെ ഇൻഫ്ലമേഷൻസ് കാരണം പ്ലേഗ്സ്, ക്ലോട്ടുകൾ ഉണ്ടാവുന്നു. സ്വാഭാവികമായിട്ടും ഹാർട്ടിൽ നിന്ന് വരുന്ന ആർട്ടറീസിലേക്ക് ക്ലോട്ടുകൾ ഉണ്ടാകുന്നു, ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നു. നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന രക്തധമനികളിൽ പ്ലേഗ്സ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രോക്കിനൊക്കെ കാരണമാകുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മുടെ എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഹാർട്ടിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ റിത്തം, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഹാർട്ട് ബീറ്റിനെ ഇല്ലാതാക്കുന്നു, ക്രോണിക് ആയിട്ടുള്ള കൊറോണറി ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നു, ഹാർട്ട് ഫെയിലിയറിൽ വരെ കാരണമാകുന്നു. ഓരോ ഓർഗൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രെയിനിലാണ് ഈ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് ചെയ്യുന്നത്. അൽഷിമേഴ്സ്, പാർക്കിൻസൺ ഡിസീസ്, ഡിപ്രഷൻ, ബ്രെയിൻ ക്യാൻസർ പോലുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. ഹാർട്ടിനാണെങ്കിൽ ഞാൻ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നിക്കാണെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസസ് ഉണ്ടാക്കുന്നു, നെഫ്രൈറ്റിസ് പോലെ മീൻസ് ക്രോണിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. സ്കിന്നിനകത്താണെങ്കിൽ സോറിയാസിസ്, എക്സിമ, അതുപോലെ ഡെർമറ്റൈറ്റിക് ക്യാൻസർ, റിങ്കിൾസ്, ആക്സൻസ്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ബ്ലഡ് വെസൽസിലാണെങ്കിൽ കൊളസ്ട്രോൾ, എലിവേറ്റഡ് കൊളസ്ട്രോൾ, എന്തിനു പറയുന്നു, നമുക്ക് ഈ വേരിക്കോസ് വെയിൻ, അങ്ങനെ പല പ്രശ്നങ്ങൾ. കണ്ണിനാണെങ്കിൽ അങ്ങനെ, ലങ്സിനാണെങ്കിൽ ആസ്മ, COPD, അലർജീസ്, ലങ് ക്യാൻസർ പോലുള്ള, അങ്ങനെ ഏതെല്ലാം അവയവങ്ങളെ ഈ ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുന്നു ആ അവയവങ്ങളിലെ എല്ലാം അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും പല രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്ത് പരിശോധിക്കാം ഈ എങ്ങനെയാണ് ഈ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നത് നോക്കാം. ഇത് ഫോം ചെയ്യുന്ന പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫാക്ടേഴ്സ് ആണ്. ഒന്ന് UV റേഡിയേഷൻസിലൂടെ ഫോം ചെയ്യാം. സ്ട്രെയിൻ, നമ്മൾ അമിതമായിട്ടുള്ള സ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ, ഇമ്മ്യൂണിറ്റി കുറവ് ഉള്ള ഒരാളാണെങ്കിൽ അവർ സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ടാവും. സ്ട്രെസ്, ടെൻഷൻ കാരണം ഉണ്ടാവും. പൊല്യൂഷൻ, മലിനീകരണം ഒരു ഫാക്ടറാണ്. ലാക്ക് ഓഫ് മിനറൽസ്, പ്രോട്ടീൻ, നമുക്ക് മാൽന്യൂട്രീഷൻ, മിനറൽസിന്റെ പ്രോട്ടീൻസിന്റെ അഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സസ് യൂസ് ഓഫ് മെഡിസിൻ, അങ്ങനെ പല കാരണങ്ങളാൽ നമ്മുടെ ബോഡിയിൽ ഈ ഓക്സിഡേഷൻ സംഭവിക്കാം, ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് ഫോം ചെയ്ത കഥ നമ്മൾ പറഞ്ഞു. ശരീരത്തെ ആരോഗ്യത്തോട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസിനെ എന്ത് ചെയ്യണം, പ്രിവെന്റ് ചെയ്യണം. പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളെ ഈ ഫ്രീ റാഡിക്കൽ അറ്റാക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ പിക്ചറിനകത്ത് കാണാം, ഒരു കോശത്തെ ഇവിടെ കാണിക്കുന്നു. ആ കോശത്തിന് ഒരു ലെയർ നിങ്ങൾക്ക് കാണാം, കട്ടിയുള്ള ലെയർ കാണും. ആ കട്ടിയുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് ആണ്. ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, ഈ ഫ്രീ റാഡിക്കൽ അറ്റാക്കിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഈ ആന്റി ഓക്സിഡൻസ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആന്റി ഓക്സിഡൻസ് എന്താണെന്നൊരു ഡെഫിനിഷൻ ഞാൻ കൂടി പറയാം. ആന്റി ഓക്സിഡൻസ് അളക്കുന്ന ഒരു അളവുകോലിനെ പറയുന്ന പേരാണ് ഒറാക്ക്, ഓക്സിഡൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി എന്ന് പറയും. നമ്മുടെ ഭക്ഷണത്തിനകത്തൊക്കെ ഉള്ള TAC, ടോട്ടൽ ആന്റി ഓക്സിഡൻ കപ്പാസിറ്റി, അത് അളക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന് എത്ര ഒറാക് സ്കോർ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. FDA റെക്കമെൻഡ് ചെയ്യുന്ന 3000 മുതൽ 5000 ഒറാക് സ്കോർ റേറ്റിംഗ് ഉള്ള ഭക്ഷണം നമ്മൾ പ്രതിദിനം കഴിക്കണമെന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രതിദിനം 3000 to 5000 ഒറാക് സ്കോറുള്ള ആന്റി ഓക്സിഡൻസ് കിട്ടണമെന്നാണ് FDA റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി എവിടുന്നൊക്കെ ഈ ആന്റി ഓക്സിഡൻസ് കിട്ടാൻ ചോദിച്ചാൽ എസ്പെഷ്യലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഡാർക്ക് കളേർഡ്, ഇപ്പം ഗ്രീൻ കളർ ആയിട്ടുള്ള നമ്മുടെ ലീവ്സ്, ഗ്രീനി ലീവ്സ്, ക്യാപ്സിക്കൻ, പാവക്ക, ബ്രൊക്കോളി പോലുള്ള വെജിറ്റബിൾസ് നിന്നും, യെല്ലോ കളർ പപ്പായ പോലുള്ള ഫ്രൂട്ട്സിൽ നിന്നൊക്കെ നമുക്ക്
കിട്ടാം. അതുപോലെ നമ്മൾ ഫാസ്റ്റ് ഫുഡും കെമിക്കൽസും ഓവർ മെഡിസിൻസും ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും റെക്കമെൻഡ് ചെയ്യുന്നത് പ്രതിദിനം 5 വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കണമെന്നാണ്. എന്തിനാണ്? 5 വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആന്റി ഓക്സിഡൻസിന്റെ അല്ലെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ നമ്മുടെ ബോഡിയിൽ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ അത് പോസിബിൾ ആണോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ ദിവസം 5 കിലോ ഫ്രൂട്ട്സ് കഴിക്കാൻ ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷെ അതിന് ഒരു സൊല്യൂഷൻ നമ്മുടെ പക്കലുണ്ട്. ഇതിന് പകരം 5 കിലോ ഫ്രൂട്ട്സിന് പകരം ആ ക്വാണ്ടിറ്റിയുള്ള ആന്റി ഓക്സിഡൻസ് കിട്ടുന്ന സപ്ലിമെന്റേഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ പ്രൗഡായിട്ട് ഞാനൊരു സപ്ലിമെന്റിനെ പരിചയപ്പെടുത്തുകയാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ iPulse എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ആണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ ഒരു ഡെക്കേഡിന് മുകളിലായിട്ട് 12 വർഷമായിട്ട് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രീമിയം ബാലൻസ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ് iPulse എന്ന് പറയുന്നത്. ഇതൊരു 1 ലിറ്ററിന്റെ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണ്. ഏകദേശം 15ഓളം ഫ്രൂട്ട്സിൽ നിന്ന് എടുക്കുന്ന പേറ്റന്റഡ് ആയിട്ടുള്ള സിനർജറ്റിക് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് iPulse എന്ന് പറയുന്നത്. പ്യുവർലി നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് 44ലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു മൾട്ടി ഫ്രൂട്ട് ജ്യൂസ് ഫോം ആണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അസൈബറി ആണ്. അസൈബറി ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടാവും. സെഞ്ചുറീസ് ആയിട്ട് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ച് വരുന്ന ഒരു ഫ്രൂട്ട് ആണ്. സൂപ്പർ ഫ്രൂട്ട് കാറ്റഗറിയിൽ വരും. സൗത്ത് അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിൽ അബണ്ടന്റ് ആയി കാണപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് ആണ്. അത് നമ്മുടെ വത്തക്ക, നമ്മുടെ തണ്ണിമത്തിനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1 ഗ്രാം അസൈബറി കഴിച്ചാൽ 1027 ഗ്രാം വത്തക്ക കഴിച്ച ബെനിഫിറ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ടോ? അത്രയും സൂപ്പർ ഫ്രൂട്ട് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫ്രൂട്ട് ആണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഫ്രൂട്ട് ഇൻടേക്ക് ചെയ്യുന്നതിലൂടെ ഉണ്ട്. ഒന്ന്, നമുക്ക് ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഇമ്മ്യൂൺ വ്യവസ്ഥ, രോഗപ്രതിരോധ ശേഷിയെ എൻഹാൻസ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ സാധ്യത മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ഗുണം മനസ്സിലായിക്കൊണ്ട് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായിട്ടുള്ള നാസ പോലും ഈ ഒരു ഫ്രൂട്ട് ഇതിനെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് ആസ്ട്രോണട്സിന് വേണ്ടി അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ASTRN എന്ന് പറയുന്ന സ്പേസ് ഡ്രിങ്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലൊപ്പം തന്നെ മറ്റു ബെനിഫിറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അസൈബറിക്ക് പുറമെ പൈനാപ്പിൾ ഉണ്ട്, വൈറ്റമിൻ B1, B2, C, ബ്രോമലിന്റെ ഒക്കെ അബണ്ടന്റ് ആയിട്ടുണ്ട്, പിയർ പഴമുണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, അതോടൊപ്പം ബ്ലൂബെറി ഉണ്ട്. ഹയസ്റ്റ് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. പൊംഗ്രാനറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ആൻഡ് ആപ്പിൾ കീപ്സ് ഡോക്ടർ അവേ എന്നാണ് പറയുന്നത്. ആപ്പിൾ അത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ട് ആണ്. ദെൻ കിവി ഫ്രൂട്ട് ഉണ്ട്, കോൺഗ്രേറ്റ് ഗ്രേപ്പ്, വൈറ്റ് ഗ്രേപ്പ് ഉണ്ട്, ഡൈജഷനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ചെറി ഉണ്ട്, ബനാന ഉണ്ട്, ഒപ്പം ഓറഞ്ച് ഉണ്ട്, മൾബറി ഉണ്ട്. മൾബറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലവനോയിഡ്സും ന്യൂട്രിയൻസും ഒക്കെ ഉള്ള ഫ്രൂട്ടാണ്. ഇതിന്റെയൊക്കെ ഒരു പേറ്റന്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് iPulse എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. സോ ഈ ഒരു iPulse എങ്ങനെ നമുക്ക് ഹാർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാകും. പ്രത്യേകിച്ച് കൊറോണറി ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്കിൽ നിന്നും ഹാർട്ട് ഫെയിലിയറിൽ നിന്നൊക്കെ നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. പ്ലേഗ്സ് പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും. മീൻസ് ക്ലോട്ടുകൾ ഉണ്ടാവാതെ കട്ടകൾ രൂപപ്പെടുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും. ഒപ്പം നമ്മുടെ ബ്ലഡ് വെസൽസ് ഹാർഡൻ ആവുന്നതിൽ നിന്നും ലിപ്പിഡ് പ്രൊഫൈൽ LDL HDL ലെവൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും BP ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് iPulse ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് കൂടാതെ മറ്റൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആന്റി ഓക്സിഡൻസ് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും, ഫ്രീ റാഡിക്കൽസിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ സെൽ മെംബ്രെയിൻസിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടാവും, സെല്ലുലർ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും, പ്രോട്ടീൻ ബിൽഡ് ചെയ്യുന്നുണ്ടാവും, ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ iPulse ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ്, ഒരു 3D പ്രൊട്ടക്ഷൻ നമുക്ക് ബോഡിക്ക് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഒന്ന്, ഫസ്റ്റ് ഡിഫെൻഡ് ഫ്രീ റാഡിക്കൽസ് ആണ് ഒരു 99% നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണം. ഈ ഫ്രീ റാഡിക്കൽസിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടാവും, ആൻഡ് പ്രൊവൈഡ്സ് എ ഡിലൈറ്റ്ഫുൾ ഹാർട്ട്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ടിന് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ടാവും. കഴിക്കേണ്ട രീതി, 2 നേരം 30 ml വെച്ച് പെർ ഡേ നമുക്കൊരു 60 ml ആണ് കഴിക്കേണ്ടത്. പ്രിഫറബിളി ബിഫോർ ഫുഡ് ആണ്. ചില കേസിൽ ഓട്ടോമിൻ ഡിസീസ് ലൈക്ക് സോറിയാസിസ്, എക്സിമ ഒക്കെ ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഫുഡും കൺസ്യൂം ചെയ്യാം. അങ്ങനെ ഒരു 60 ml iPulse നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അപ് ടു 5000 ഒറാക്സ് പോലുള്ള ആന്റി ഓക്സിഡൻസ് കിട്ടും.
ഈ 5000 ഒറാക്സ് ഫോർ ആന്റി ഓക്സിഡൻസ് റെഗുലർ ഫുഡിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിദിനം 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള വ്യത്യസ്ത രുചിയിലും നിറത്തിലുമുള്ള പഴവർഗ്ഗങ്ങളും കഴിക്കണം. അത്രയും ബെനിഫിറ്റ്സ് ആണ് 60 ml ഐപ്പിൾസിലൂടെ കിട്ടുന്നത്. കുറച്ച് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം, ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. BP ഉള്ളവർക്ക് ഉപയോഗിക്കാം, ഏജ് ലിമിറ്റ് ഉണ്ട്, ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. ഞാൻ പ്രൗഡായിട്ട് പറയും, എന്റെ ഒരു കോൺഫിഡൻസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. എനിക്കൊരു മോളുണ്ട്, കുഞ്ഞു മോളാണ്, ഏകദേശം 4.5 മാസം പ്രായമായിട്ടേ ഉള്ളൂ. കുഞ്ഞിന്റെ 19ാമത്തെ ദിവസം, ജനിച്ച് 19ാമത്തെ ദിവസം മുതൽ ഞാൻ 2 ml ഐപ്പിൾസ് കൊടുക്കുന്നു. ഇന്നും കൊടുത്തു. അന്ന് തൊട്ട് 19ാമത്തെ ദിവസം തൊട്ട് ഇന്ന് 4.5 മാസമായി ഈ സമയം വരെ ഞാൻ ഐപ്പിൾസ് കൊടുക്കുന്നുണ്ട്. അത്രയും ഏത് കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം, ആരോഗ്യത്തോടിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തോളം ഉപയോഗിക്കാം. പ്രഗ്നൻസി പീരീഡിലും ഒക്കെ ഡെലിവറിക്ക് ശേഷവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ട്വൈസ് 30 ml വെച്ചിട്ടാണ് ഐപ്പിൾസ് ഉപയോഗിക്കുന്നത്. ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കമ്പനിയുടെ